ഇന്നതേ ഒരു കുപ്പിച്ചൂണ്ട പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള കുളത്തിൽ തന്നെയാണ് ചൂണ്ടിയിടുന്നത്. അത്യാവശ്യം നല്ല കരിപ്പിടിയൊക്കെ ഉള്ളൊരു കുളം കേട്ടോ. നമ്മളൊരു 5 ചൂണ്ട എടുത്തിട്ടുണ്ട്. അധികം നേരം ഒന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ. മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കാറുള്ളൂ. ഈ അരമണിക്കൂർ ഗ്യാപ്പിൽ ഒന്ന് കഴിച്ചുകൊണ്ടിടുകയും ചെയ്യാം. അപ്പോൾ ദേ ചൂണ്ടയിൽ ഇരയൊക്കെ കൊരുത്ത് സെറ്റാക്കി വെക്കും കേട്ടോ. മണ്ണിരാണ് തീറ്റയായിട്ട് എടുത്തിട്ടുള്ളത്. ബ്രാലിനെയും കരിപ്പിടിനെയും കേട്ടോ കൂടുതലും കിട്ടാൻ ചാൻസ് ഉള്ളത്. അപൂർവമായിട്ടാണ് വല്ല കടുവിനെയും മലിഞ്ഞിലിനെയൊക്കെ കിട്ടാറുള്ളത്. ദേ ഇതണ്ട കുളം. ഇപ്പം ചൂണ്ടയൊക്കെ ഇരയൊക്കെ കൊരുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ മതി. വല്ല മലിഞ്ഞിലൊക്കെ ചൂണ്ടയെ പിടിച്ചു കഴിഞ്ഞാൽ കുപ്പിയൊക്കെ വലിച്ച് പുല്ലിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവയ്ക്കൂട്ടാ. ബാക്കി കരിപ്പിടി അങ്ങനെയാണെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു ചീവിടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുപ്പി ചൂണ്ടയിൽ അതിനൊക്കെ ഒരുത്തിടാം. ഈ ചീവിടിനെ ഇടുമ്പോൾ കേട്ടോ ബ്രാലിനെ കിട്ടാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. അങ്ങനത്തെ എല്ലാ ചൂണ്ടയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഗ്യാപ്പിൽ കുറച്ച് നേരം ഒന്ന് കഴിച്ചുകൊണ്ട് ഇട്ട് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വീടിൻ്റെ അടുത്തുള്ളൊരു കുളത്തിൽ തന്നെ ഉണ്ടാ ചൂണ്ടിടുന്നത്. അത്ര അധികം നേരം ഒന്നും ചൂണ്ടിടുന്നില്ല. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ അത്രയൊക്കെ ഇടണുള്ളൂ. ഇതേ നമ്മുടെ സ്ഥിരം കക്ഷി തന്നെ ഉണ്ടാ ചൂണ്ടയെ പിടിച്ചിട്ടുള്ളത്. ഇവിടെ ഈ തോട്ടിലും കുളത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു മീൻ തന്നെയാണ്. അങ്ങനത്തെ രണ്ടാമത്തെ മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. ഒരിടത്തരം മീനുകൾ തന്നെ കിട്ടണ. കൊത്തു കുറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ലൊക്കേഷനൊന്ന് മാറിയിട്ടാ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുളത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇടുന്നത്. കയ്യിലൊരു ചീവിടുണ്ടായിരുന്നതിനൊക്കെ ഒരുത്തിടണം. ചീവിടിനൊക്കെ ഒരുത്തിട്ട് കഴിഞ്ഞാൽ ബ്രാല പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും വന്ന് വെട്ടൂട്ടാ. അങ്ങനത്തെ എന്തായാലും ചീവിട് വേസ്റ്റ് ആയില്ല കേട്ടാ. അത്യാവശ്യം നല്ലൊരു ബ്രാല് തന്നെ കയറിയിട്ടുണ്ട്. സാധാരണ ചെറിയ ബ്രാലിനെ കിട്ടുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട്. അത് കാരണം ഇതിനെ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ ഹുക്ക് ശരിക്കും അകത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അത് കാരണം ആൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് തോടിൻ്റെ സൈഡിലൊക്കെ പരതി നോക്കിയപ്പോൾ ഒരു ചീവിടിനെയും കൂടെ കിട്ടിയിട്ടാ. അങ്ങനത്തെ അതിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും ബ്രാലിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചൂണ്ടിയിടണതിൻ്റെ ഇടയ്ക്ക് കേട്ടാ ഈ ഒരു കാഴ്ച ഉണ്ടത്. ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. പുല്ല് കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഐറ്റങ്ങൾ ചില സമയത്ത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ദേ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഈ ബ്രാലിനെ കിട്ടിയത് ഇതിൻ്റെ തൊട്ടടുത്തുനിന്നല്ലെങ്കിലും ഏകദേശം ഈ ഒരു ഏരിയ തന്നെയാണ്.
ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയ ബ്രാലിൻ്റെതാവാനും ആവാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു സംശയം തോന്നിയത് കാരണം ഈ ബ്രാലിനെ നമ്മളെന്തായാലും റിലീസ് ചെയ്യണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ കുഞ്ഞുങ്ങളെയൊക്കെ വേറെ മീനുകൾ തിന്നു തീർക്കുള്ളൂ. ഇതേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു കുളം ഉണ്ടാ. ഫുള്ള് കാടൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഏരിയയാണ്. അധികം ആൾക്കാരൊന്നും ഇവിടെ വരാറില്ല. വന്നപ്പോൾ തന്നെ ഒരു മീൻ അടിച്ചിട്ടാ. പക്ഷെ വലിച്ചു കയറ്റിയപ്പോൾ ഒരു കവറാണ് കയറി വന്നത്. എന്തായാലും മീൻ മിസ്സായിട്ടുണ്ടായില്ല കേട്ടാ. കവറിൻ്റെ ഉള്ളിൽ മീനും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ചൂണ്ടിടുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 1-2 മുട്ടകളൊക്കെ കണ്ടിട്ടാ. പാമ്പിൻ്റെ മുട്ടയാണെന്ന് തോന്നിയ കാരണം നമ്മളവിടെ നിന്ന് ചൂണ്ടിടൽ നിർത്തിയിട്ട് പയ്യെ സ്കൂട്ടാവണം. അധികം അങ്ങനെ ആൾക്കാരൊന്നും വരാത്ത ഏരിയ ആയ കാരണം ചിലപ്പോൾ വിഷപ്പാമ്പിൻ്റെ ഒക്കെ മുട്ട ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് റിസ്ക് എന്തായാലും എടുക്കണില്ല. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ മേലെ ആയിട്ടുണ്ട് കേട്ടോ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പയ്യനെ ചൂണ്ടിടലൊക്കെ നിർത്തി നമ്മൾ വെട്ടിട്ട കുപ്പിച്ചൂണ്ടയൊക്കെ ഒന്ന് നോക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഈ ചെറിയ കുഴിയിലൊന്ന് ചൂണ്ടിട്ട് നോക്കിയാണ് കേട്ടോ. ആ ഇട്ടപ്പോൾ തന്നെ ഒരു ചെറിയ കരിപ്പിടി കയറി പിടിച്ച്. ഒരു ചെറിയ വട്ടുടി ഉണ്ടാ. ഇവനെന്തായാലും കളയണില്ല. വെട്ടിടാൻ ബെസ്റ്റാണ്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഇത്രയും മീനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതെ ഈ വെട്ട് ചൂണ്ടയും കൂടെ നോക്കിയാൽ മതി. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കാറില്ല. ആദ്യത്തെ ചൂണ്ടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്തായാലും തീറ്റ പോയിട്ടുണ്ട്. ചിലപ്പോൾ പൊടിമീനുകളൊക്കെ തീറ്റ കൊണ്ടുപോകാറുണ്ട്. ദേ ഇതിലൊരു കരിപ്പിടി പെട്ടിട്ടുണ്ട് കേട്ടാ. ഒരു ഇടത്തരം നാടൻ കരിപ്പിടിയാണ്. ബാക്കി 2 കുപ്പിയിലും മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇപ്പം മൊത്തം 4 കുപ്പി നോക്കിയപ്പോൾ ഒറ്റ കുപ്പിയിൽ മാത്രമേ മീനുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റത്തെ കുപ്പിയിൽ ഒരു മീൻ ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ വലിച്ചപ്പോൾ മിസ്സായിപ്പോയി. അപ്പം അതെ അവസാനം ചൂണ്ടേ കിട്ടിയ വട്ടോനെയും കൂടെ കൊരുത്തിടും കേട്ടാ. എന്തെങ്കിലും ബ്രാലൊക്കെ വന്ന് വെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.